السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പവിത്രമായ ദുൽഖഅദ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളാണല്ലോ ഹിജറ വർഷത്തിലെ മാസങ്ങളായി നമ്മൾ എണ്ണുന്നത്. അതിൽ 11ാമത്തെ മാസമായി എണ്ണപ്പെടുന്ന ദുൽഖഅദ മാസം, പല കാര്യങ്ങളും നമ്മൾ അതിനെ സംബന്ധിച്ച് ചുരുങ്ങിയ നിലക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ പേര് എങ്ങനെ അതിന് ലഭിച്ചു എന്നുള്ളത് പണ്ഡിതന്മാർ പ്രസ്താവിച്ചതായി കാണുവാൻ സാധിക്കുന്നു. ദുൽഖഅദ എന്ന പ്രയോഗം, ഖഅദ നമുക്കറിയാം, ഇരുന്നു, ഖുഊദ് ഇരിക്കൽ, അതിൽ നിന്നൊക്കെയുള്ള പ്രയോഗമാണ് ഖഅദ. ദുൽഖഅദ ഇരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അവർ ആ മാസത്തിൽ യുദ്ധത്തിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ പോയി അറ്റാക്ക് നടത്തുന്നതിൽ നിന്ന്, സമരമുഖത്തു നിന്നൊക്കെ ഈ മാസത്തിൽ അവർ വിട്ടുനിൽക്കുകയും അവർ അവരുടെ നാടുകളിൽ തന്നെ തങ്ങും. കാരണം മറ്റു യാത്രകളിലേക്കൊന്നും അവർ പോകാത്ത മാസമാണ്. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹജ്ജിന് വേണ്ടി അവർ പോകുന്ന യാത്രക്കുള്ള അവസരങ്ങളായും, അതേപോലെ തന്നെ പവിത്രമായ മാസങ്ങളായതുകൊണ്ട് ആ ഒരു പ്രത്യേകതയും ഒക്കെ അവരതിനെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ യാത്രകളൊക്കെ ഒഴിവാക്കി യുദ്ധങ്ങളോ മറ്റു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ട് അവർ ഇരിക്കുന്ന ഒരു മാസമാണ് എന്നുള്ള നിലക്കാണ് എന്ന് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം. രണ്ടാമത്, ഈ മാസത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് പവിത്രമായ മാസങ്ങളിൽപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ നാൾ മുതൽ എണ്ണപ്പെടുന്നത് 12 മാസങ്ങളാണ്. മിൻഹാ അതിൽ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പ്രത്യേകം പവിത്രമാക്കപ്പെട്ടവയാണ്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദ്രോഹങ്ങൾ ചെയ്യരുത്, അക്രമം കാണിക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 36ാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കണം, ആ മാസങ്ങൾ, നമ്മൾ 3 മാസങ്ങൾ അത് തുടർച്ചയായിട്ടാണ് വരുന്നത്. ഈ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന നിലക്ക് അഷ്ഹുറുൽ ഹുറും അറിയപ്പെടുന്നത് 4 മാസങ്ങളാണല്ലോ. അതിൽ 3 തുടർച്ചയായി വരുന്നു. അതിൻ്റെ തുടക്കം ദുൽഖഅദയിലൂടെയാണ്. ഇപ്പോൾ ദുൽഖഅദ കൊണ്ടാണ് അത് തുടങ്ങുന്നത്. പിന്നീട് ദുൽഹിജ്ജ, പിന്നീട് മുഹറം, പിന്നീട് വരുന്നത് റജബ് മാസമാണ്. ഇങ്ങനെ 4 മാസമാണ് പ്രത്യേകം പവിത്രമാക്കപ്പെട്ട മാസമായിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പ്രത്യേകമായ മഹത്വമുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാം ഖത്താദ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും, ഇന്നല്ലുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി, പവിത്രമായ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യുക, അക്രമം കാണിക്കുക എന്നുള്ളത് അഅ്ളമു ഖതീഅതൻ വവിസ്റൻ മിനല്ലുൽമി ഫീമാ സിവാഹാ. മറ്റു മാസങ്ങളിൽ, പവിത്രമായ മാസങ്ങളല്ലാത്ത മാസങ്ങളിലും അക്രമം പാടില്ലല്ലോ, തെറ്റുകൾ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് കുറ്റം കൂടും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആദരിച്ച പ്രത്യേക മാസങ്ങളെ വിശ്വാസികളും ആദരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദുൽഖഅദ മാസത്തെ, ദുൽഹജ്ജ് മാസത്തെ, മുഹറം മാസത്തെ, റജബ് മാസത്തെയൊക്കെ പ്രത്യേകം നമ്മൾ ഏത് നിലക്കാണ് കാണേണ്ടത്? അതിൽ തിന്മകൾ ചെയ്താൽ മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ശിക്ഷയുണ്ടാകും, ഗൗരവമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിലെ നന്മകൾക്കും ആ നിലക്കുള്ള പ്രത്യേകമായ പുണ്യങ്ങൾ നമുക്ക് ലഭ്യമായേക്കും എന്നൊക്കെ അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആദ്യകാലം മുതൽക്ക് തന്നെ, അഥവാ ജാഹിലിയ കാലഘട്ടത്തിലെ അറേബ്യൻ മുശ്രിക്കുകൾ പോലും പവിത്രമായ ഈ മാസങ്ങൾക്ക്
അതുപോലെ തന്നെ പവിത്രതയുള്ള ഹറമു പോലെയുള്ള പവിത്രതയുള്ള സ്ഥലങ്ങൾക്കൊക്കെ അവരും ആദരവ് കൽപ്പിച്ചിരുന്നു എന്നാണ്. അവർ ആ മാസങ്ങളിലോ അതുപോലെ ആ സ്ഥലങ്ങളിലോ വെച്ചൊന്നും അവർ ശത്രുക്കളാണെന്ന് മനസ്സിലായാൽ പോലും അവർ എന്തു ചെയ്യൂല, പേടിപ്പിക്കുകയില്ല. ഒരു ജീവികളെയും ഒന്നിനെയും അവർ ഭയപ്പെടുത്താൻ പോലും തയ്യാറാവില്ല. സ്വന്തം പിതാവിനെയോ അതുപോലെ തന്നെ കുടുംബക്കാരെയോ കൊല ചെയ്ത ഘാതകനെ കണ്ടുമുട്ടിയാൽ പോലും ഹറമിൽ നിന്ന് പുറത്തേക്ക് കടത്തിയിട്ടേ, അതല്ലെങ്കിൽ പവിത്ര മാസം കഴിഞ്ഞിട്ടേ അയാളുടെ പേരിലുള്ള നടപടികളോ കൊലപാതകമോ രക്തം ചിന്തലോ പോലും അവരും നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതാണ്, ഈ മാസങ്ങൾ പവിത്രമാണ്. അപ്പം ആ നന്മകൾ അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് വളരെയേറെ ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ട മാസങ്ങളുടെ തുടക്കത്തിൽ തന്നെ ദുൽഖഅദ മാസമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി പറയാനുള്ളത്, ഇത് ഹജ്ജിന്റെ മാസങ്ങളിൽ പെട്ട മാസം കൂടിയാണ്. അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത് എന്ന് സൂറത്തുൽ ബഖറ 197 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളാകുന്നു. എന്താണ് പറയുന്നത്? ഹജ്ജും ഉംറയും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഉംറ നമുക്ക് എല്ലാ കാലങ്ങളിലും ഉംറ നിർവഹിക്കാം, ഉംറക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കാം. അതേ അവസരത്തിൽ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിർണിത ദിവസങ്ങളിലേ പറ്റുകയുള്ളൂ. അതിൽ ആദ്യത്തെ മാസം ഏതാണ്? ശവ്വാലാണ്. ശവ്വാൽ 1 മുതൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കാം. പിന്നീട് കുറെ കാത്തു നിൽക്കണമെങ്കിലും. അപ്പൊ ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് സാധ്യതയുള്ളത് എപ്പോൾ മാത്രമാണ്? ശവ്വാലിലും ദുൽഖഅദിലും പിന്നെ ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളും. അപ്പോഴാണ് ഒരാൾക്ക് ഹജ്ജിൽ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളത്. ആ കാലത്ത് ഉംറയും ചെയ്യാം. അതേ അവസരത്തിൽ ഉംറ എല്ലാ കാലത്തും ചെയ്യാൻ പറ്റുന്നത് പോലെ ഹജ്ജ് എല്ലാ കാലത്തും നമ്മൾക്ക് അതിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ഹജ്ജ് മാസങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് പറയാനറിയണം, അഷ്ഹുറുൽ ഹജ്ജി, ഹജ്ജിന്റെ മാസങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? ശവ്വാലുൻ വദുൽഖഅദ വഅശ്റുൻ മിൻ ദുൽഹിജ്ജ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശവ്വാല്, ദുൽഖഅദ, അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. ഇനി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന 4 ഉംറകളും ദുൽഖഅദ മാസത്തിലാണ് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഉംറകളും ദുൽഖഅദ മാസത്തിലാക്കിയത് മനഃപൂർവ്വം അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണോ, അതോ അത് യാദൃച്ഛികമായി ആയതാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലാണോ ദുൽഖഅദയിൽ അങ്ങനെ ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചത് എന്നതൊക്കെ പണ്ഡിത ലോകത്ത് ചർച്ചയും തർക്കങ്ങളുമൊക്കെയുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, റമദാനിൽ ഉംറ ചെയ്യുന്നൊരു പ്രാധാന്യം മറ്റൊരു കാലത്ത് ഉംറ ചെയ്യുന്നതിനില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റമദാനിൽ ഉംറ ചെയ്തോളൂ, കാരണം ഉംറത്തുൻ ഫീ റമദാന തഅദിലു ഹജ്ജത്തൻ മഈ. റമദാനിലെ ഒരു ഉംറ എൻ്റെ കൂടെ ഒരു ഹജ്ജ് ചെയ്തതിനോട് കിടപിടിക്കും, തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രാധാന്യം ഇല്ല. എന്നാൽ ആ പ്രാധാന്യം ഇല്ലെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കർമ്മത്തിന് വേണ്ടി ഒരേ മാസത്തെ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ ദുൽഖഅദിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഉംറക്ക് പ്രത്യേകമായ ഒരു മഹത്വമുള്ള മാസമായി ഈ ദുൽഖഅദ് മാസത്തെ അവർ എണ്ണുന്നുണ്ട്. പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞ പല പണ്ഡിതന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദയിൽ ഇങ്ങനെ തന്നെ ഒരു ശ്രദ്ധയോടെ ഉംറ ചെയ്യാൻ എന്താണ് കാരണം? അവർ പറഞ്ഞ ഒരു കാരണം, അറേബ്യൻ മുശ്രിക്കുകൾ ദുൽഖഅദ മാസത്തിൽ ഉംറ ചെയ്യുന്നത്
ഏറ്റവും കടുത്ത തെറ്റായിട്ടാണ് അത്ര വിശ്വസിച്ചിരുന്നത്. ദുൽഖഅദ മാസത്തിൽ ആരെങ്കിലും ഉംറ ചെയ്യുന്നുവെങ്കിൽ അത് മിൻ അഫ്ജരിൽ ഫുജൂരി, തോന്നിവാസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തോന്നിവാസാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ആ ജാഹിലിയ വിശ്വാസത്തെ തകർത്ത് കളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചെയ്ത 4 ഉംറയും ദുൽഖഅദിലേക്ക് ആക്കി, ദുൽഖഅദിലായി എന്നൊക്കെ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദുൽഖഅദയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉംറകളൊക്കെ ഉണ്ടായത്. ഏതായാലും 4 ഉംറകളും നടന്നത് ദുൽഖഅദ മാസത്തിലാണ് എന്നതും ഈ ദുൽഖഅദ മാസത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു സംഭവമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ നമ്മുടെ ഉമ്മ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് ഒരു ദുൽഖഅദ മാസത്തിലായിരുന്നു എന്നും, കാരണം അതൊരു ചരിത്രത്തിൽ പ്രത്യേകം അറിയപ്പെടുന്ന വിവാഹമാണല്ലോ. തൻ്റെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച് അവര് തലാഖ് ചൊല്ലിയ ആ ഉമ്മയെ അഥവാ ആ സഹാബ വനിതയെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. ആ വിവാഹം അത് എല്ലാവരുടെ വിവാഹവും ഭൂമിയിൽ വെച്ചാണ് നടന്നത്. എൻ്റെ വിവാഹം 7 ആകാശങ്ങൾക്കും മുകളിൽ നിന്ന് എൻ്റെ റബ്ബാണ് നടത്തിയത് എന്നൊക്കെ ഉമ്മയായ സൈനബ റളിയല്ലാഹു തആല അൻഹ പലപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു. അപ്പം അത്രയും ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു വിവാഹം നടന്നത് ദുൽഖഅദയിലായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹുദൈബിയയിൽ സന്ധി നടന്ന ആ കാലവും ദുൽഖഅദ മാസത്തിൽ തന്നെയായിരുന്നു എന്നുള്ള ചരിത്രങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പം ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓർക്കുവാൻ പറ്റിയ, അഥവാ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു ദുൽഖഅദ മാസം വന്നണയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാം മനസ്സിലാക്കുക, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിലെന്നറിയപ്പെടുന്ന മാസങ്ങളിലെ ആദ്യത്തെ അഥവാ തുടർച്ചയായി വരുന്ന ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം അതിലെ ആദ്യത്തെ തുടക്കത്തിലെ മാസവും കൂടിയാണത്. നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും തിന്മകളിൽ നിന്ന് ഏത് കാലഘട്ടത്തിലും വിട്ടു നിൽക്കുവാനും പ്രത്യേകിച്ച് പവിത്രമാക്കിയ മാസങ്ങളോടുള്ള പ്രത്യേകമായ പവിത്രത നമ്മളും കൽപ്പിക്കണം. അത് അള്ളാഹു ഏതെങ്കിലും ഒന്നിനെ പ്രത്യേകമായി അവൻ്റെ ചിഹ്നമായി അവൻ ബഹുമാനിച്ചവയെ നാമും ബഹുമാനിക്കൽ നമ്മുടെ ഹൃദയത്തിലെ തഖ്വയുടെ ഭക്തിയുടെ ലക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുവാനും അവന് വെറുപ്പുള്ള, അവൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.